ഇഷ്ടംപോലെ സ്ഥലമാണ്. ആന അത്ര ഓടി വരത്തില്ല. ഓടിക്കാതെ അത്ര ഓടിക്കാതെ പയ്യപ്പോ അടിപൊളിയാണ്. അജാസ് സ്ലോവിന് പോ, അടിപൊളി, കുഴപ്പമില്ല. ആഹാ, നമസ്കാരം, സുരേഷ് ക്ഷേത്രമാണ്. ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വനയാത്രകളിലാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കും മറ്റുള്ള എല്ലാ മാലിന്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് ലോക അന്താരാഷ്ട്ര സംഘടനയൊക്കെ ഇത് നടത്തുന്നത്. എന്തായാലും ഞാൻ ഇന്ന് കൊല്ലം ജില്ലയുടെ മനോഹരമായ സ്ഥലത്താണ്. മാമ്പഴത്തറ കുറവൻതാവളം എന്ന് പറയുന്ന മാമ്പഴത്തറ വ്യൂ പോയിന്റിലാണ്. ആനയെ കാണാൻ എത്തിയതാണ്. എല്ലാവരും ചോദിക്കും, നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ആനയെ കാണാൻ പോകുന്നതിനാണ്. ഇന്ന് എന്റെ കൂടെ ഒറ്റയ്ക്കല്ല, ഡ്രീം ട്രാവലർ നമ്മുടെ അജാസ് പത്തനാപുരം ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. വാച്ച് ഗ്രീൻ മെഡിവിഷൻ ചാനൽ. നമ്മുടെ സ്വന്തം ചാലിക്കരയിൽ നിന്നും കുറവൻതാവളവും മാമ്പഴത്തറയും വ്യൂ പോയിന്റും ഒക്കെ ഇങ്ങനെ കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. വനത്തിന്റെ സൗന്ദര്യം ഒന്ന് കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഈ കൂടെ വന്ന പത്തനാപുരത്തെ അജാസിനോടൊക്കെ നിങ്ങളെ ആനയെ കാണിക്കാം എന്ന് ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്കറിയാം ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചാൽ ആനയെ കാണുന്നത്. കാരണം 2-3 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോൾ 3 ആന ഒരുമിച്ച് ഷൂട്ട് ചെയ്ത്. എന്ന് ചാലിക്കര വന്നാലും ഏതെങ്കിലും വന്യമൃഗത്തെ ഷൂട്ട് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. കാരണം ഈ വരുന്നവരൊക്കെ വളരെ ശല്യം ചെയ്യുന്നതൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. കൂവലും വെളിയും ബഹളും. ഒരു വനത്തിൽ പോകുന്ന മര്യാദകളൊക്കെ കാണിച്ചുകൊണ്ട് വേണം പോകാൻ. വനത്തിലിപ്പോൾ നല്ല പച്ചപ്പാണ്. നമ്മുടെ ആ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിച്ച് പോകണം എന്നുള്ളതാണ്. അല്ല ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇവിടെ വരേണ്ടത്. അതുപോലെ വന്യമൃഗങ്ങൾ ഏത് നിമിഷവും റോഡ് ക്രോസ് ചെയ്യും. ആനകളുടെ ഒരു കേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ മുറിച്ചെവിയൻ എന്ന് പറയുന്ന കൊമ്പനാന കുഴപ്പക്കാരനാണ് കേട്ടോ. ഒരാളെ കുത്തിക്കൊല്ലുകയും ഒരുപാട് പേരെ അടിക്കുകയും വാരിയിലൊക്കെ പൊട്ടുകയൊക്കെ ചെയ്ത് വളരെ ട്രീറ്റ്മെന്റിലേക്ക് എത്തിയ സമയമാണ് ഒരാളെ ഈ തോട്ടത്തിന്റെ ഭാഗത്ത് വെച്ച് കുത്തിക്കൊന്നായിരുന്നു. അപ്പൊ ഈ ആന ഇപ്പോ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഈ ചാലിക്കര വനപാതയിൽ ഇങ്ങനെ മാമ്പഴത്തറ ഭാഗമൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം. പിന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ വനത്തിന്റെ ഇരുവശവും കാണാൻ സൗന്ദര്യമൊക്കെ തന്നെയാണ്. പക്ഷേ വന്യമൃഗങ്ങൾ എന്നും അറിയില്ല. പച്ച പിടിച്ച് പൊന്തക്കാടുകളാണ്. പെട്ടെന്നൊരു വന്യമൃഗം ചാടിയാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ കെയർ ആയിട്ട് പോകണം. വനത്തിന്റെ പല സ്ഥലത്തും ഇറങ്ങി നിന്ന് ഷോ കാണിക്കാനോ അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നത് വലിയ അപകടകരമാണ്. ഫോറസ്റ്റുകാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് അവർക്കും പ്രശ്നമുണ്ടാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അത് നിങ്ങൾ പാലിച്ചു വേണം പോകാൻ. എന്തായാലും വളരെ മനോഹരമായ കാഴ്ചയാണ് ചാലിക്കര കുറവൻതാവളം മാമ്പഴത്തറ വഴി. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്പനാടോ ഒക്കെ പോകാൻ പറ്റും. അതുവഴി തെന്മല ഇറങ്ങാം. പക്ഷേ നമ്മൾ ആ യാത്ര ആസ്വദിച്ച് തന്നെ പോകണം. KSRTC ഇടയ്ക്ക് ട്രിപ്പുകളുണ്ട്, എത്രയോ പ്രാവശ്യമുണ്ട്. അപ്പോൾ അതേ ദൂരെ നിന്ന് KSRTC വനത്തിൽ കൂടി വരുന്നുണ്ട്. കുറവൻതാവളത്ത് പോയിട്ട് വരുവാണ്. മാമ്പഴത്തറ കുറവൻതാവളം പുനലൂർ ഡെപ്പോ എന്നുള്ള KSRTC ആണ്. അതിൽ വന്നാലും കാഴ്ച കണ്ടിട്ട് കറങ്ങിയൊക്കെ അടുത്ത KSRTCക്ക് പോകാം. നമ്മളെ കണ്ട് ഒതുക്കി നിർത്തിയാണ്. വഴിയിൽ ഒരു വാഹനത്തിന് ചുവേ പോകാനേ പറ്റൂ. കാരണം വളരെ മോശം റോഡാണ്. ഒരു ഓഫ് റോഡ് യാത്രയായിരിക്കും ഏറെ സമയം. കാരണം വനപാതയായാലും അങ്ങനെ പണിയെത്തുമൊന്നുമില്ല. ഫോറസ്റ്റിന്റെ റോഡാണ്. അപ്പൊ നമ്മൾ ഈ മുളം ഭാഗത്താണ് ആനകൾ ധാരാളം. ഇതൊരു ആന ഇറങ്ങുന്ന ചാലാണ്, ആനച്ചാലുകളാണ്. ഇവിടെ എപ്പോഴും മുള തിന്നാൻ ആന വരും. കുറച്ച് വെള്ളക്കെട്ടുണ്ട്. അവിടെ നിന്ന് വെള്ളം കുടിക്കുമോ എന്നറിയില്ല. തെളിഞ്ഞ വെള്ളമാണ് ആന സാധനം കുടിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഞങ്ങൾ പോകുന്നത്. വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വരണം. അങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന വഴിക്കൊക്കെ ആനകൾ നിൽപ്പുണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ കണ്ടില്ല. എന്തൊക്കെയാലും ഒരു ആനയെ കാണുമെന്നുള്ള ഉറപ്പിലാണ് ഇവരെ വിളിച്ചുകൊണ്ട് യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്നത്. പക്ഷേ ഇപ്പൊ കാട് കാണാൻ നല്ല അടിപൊളി രസമാണ് കേട്ടോ. എത്ര മനോഹരമായ കാഴ്ചയാണ്. നമ്മുടെ കൊല്ലം പുനലൂർ ചാലിക്കര എന്നൊക്കെ പറയുന്നത്. നമുക്ക് ദൂരെ ഇങ്ങനെ വ്യൂ പോയിന്റുകൾ, ധാരാളം വ്യൂ പോയിന്റുകളുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു കലിങ്ങുണ്ട്, ചതുപ്പുണ്ട്. ചിലപ്പോൾ ആ ചതുപ്പിലൊക്കെ ആന കുട്ടികളുമായിട്ട് പിടിയാൻ ഇളക്കി നിൽക്കുന്നത് കാണാം. അങ്ങനെ അപൂർവമായ കാഴ്ചകൾ ഒരുക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ കുറെ മര്യാദയ്ക്ക് പോകണമെന്ന് മാത്രം. പലരും ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ശരിയല്ല. വനങ്ങളിൽ പോകുമ്പോൾ വനത്തിന്റെ ആ ഒരു നിയമം പാലിച്ച് തന്നെ യാത്ര ചെയ്യണം. ഇവിടെ ഒരുപാട് വനവാസികൾ പോകുന്ന വഴിയൊക്കെയാണ്. അവര് ഈ ചാലിക്കരയിൽ നിന്നും കുറവൻതാവളത്തേക്ക് മാമ്പഴത്തറയിലൊക്കെ താമസിക്കുന്നവർ രാത്രിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവരും അതിസാഹസിക യാത്രയാണ്. പക്ഷെ അവർക്കറിയാം. ഏതായാലും നമ്മളിങ്ങനെ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ആ വനങ്ങളുടെ ഭാഗത്തൊക്കെ നിബിഡമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ്. റോഡിലേക്ക് ചാഞ്ഞ് കിടക്കാണ്. തട്ടി തട്ടി പോകാൻ പറ്റും. ആനകൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നിപ്പുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് പെട്ടെന്ന് കയറിയൊന്നും വരില്ല. ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ വന്ന് അവരുടെ മുമ്പിൽ ചാടുന്നത്. അതുകൊണ്ട് വയലന്റ് ആവാതെ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ അവരും സൈലന്റ് ആയി പോയിക്കോളും. നമ്മൾ വയലന്റ് ആയാൽ അവരും വയലന്റ് ആവും. അതുകൊണ്ട് പലരും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും നല്ല വനക്കാഴ്ചകളാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചാലിക്കര മാമ്പഴത്തറ കുറവൻതാവളം വഴി അമ്പനാടൊക്കെ പോയിട്ട് തെന്മല വഴി യാത്ര ചെയ്ത് നോക്കണം. ഒരൊറ്റ ട്രിപ്പിൽ നമ്മുടെ കൊല്ലത്ത് എത്ര മനോഹരമായ സ്ഥലങ്ങളാണ് ഉള്ളത്. ഈ ചതുപ്പിന്റെ അടുത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആനകളെ കൂടുതൽ കാണാൻ കഴിയുക. ഇനി തിരിച്ച് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം കുറേ സമയം ഏറെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ 5 മണി സമയമൊക്കെയാണ്. അപ്പോൾ ആനകൾക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു സമയമാണ്. വൈകുന്നേരം ആകുമ്പോൾ ഈ പച്ചപ്പിലൊക്കെ തീറ്റ എടുക്കാനായിട്ട് അവരിങ്ങനെ വന്ന് മേയും. ശല്യം ചെയ്യരുതാണ്. നമുക്ക് സുഖമായിട്ട് കണ്ടിട്ടൊക്കെ പോകാം. അത്യാവശ്യം ഷൂട്ടും ചെയ്തിട്ട് പോകാം. ബഹളം ഉണ്ടാക്കിയാൽ അവർ ഇറങ്ങി വരും. ഇവിടെ ആന ഇറങ്ങിയ ആൾ പറഞ്ഞു കൊണ്ടുവന്നപ്പോൾ
ആനയുടെ ഈ മുള ഞങ്ങൾ വീണ്ടും വന്ന് കണ്ട കാടും പടലും ഒക്കെ ഓടിച്ചിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ മുളയുടെ കൂമ്പ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ മുളം കൂമ്പ് തിന്നു നമ്മുടെ തെങ്ങിന്റെ മണ്ടയില്ല, അതുപോലെ അത് ചവിട്ടി പൊട്ടിച്ച് തിന്നിരിക്കുന്നുണ്ടോ. അങ്ങനെ തിന്നിട്ട് കറങ്ങി തിരിഞ്ഞ് ആന അങ്ങോട്ട് കയറിയിട്ടുണ്ട്. കൊമ്പനാനയാണ് ഈ മുറിച്ചെവിയൻ എന്ന് പറയുന്ന ആന. വളരെ ഡേഞ്ചർ ആനയാണ് കേട്ടോ. ആന അടുത്ത് തന്നെ ഉണ്ട്. ആനയുടെ ചൂരടിക്കുന്നുണ്ട്, നല്ല ആന ചൂരടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടുണ്ട്. വരുന്ന ആനയ്ക്ക് അപ്പുറം സൈഡിൽ വെള്ളം കുടിച്ചിട്ട് പോകാം. പക്ഷേ ഈ മുളയുടെ ഇടയ്ക്കൂടെ ഇറങ്ങില്ല. ഇവിടെ നിന്ന് പിടിച്ചിട്ട് റോഡിൽ കൂടെ തന്നെ നടക്കും. റോഡിൽ കൂടെ ചിലപ്പോൾ 1 കിലോമീറ്റർ ആന ഇവിടെ നടക്കുന്നതാണ് നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ ഈ പരിസരത്ത് താമസക്കാരൊന്നുമില്ല, ഇവിടുന്ന് വരുന്നവർ പറയുന്നത്. വനത്തിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതുവഴി പോകുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ കോവളത്താവളവും മാമ്പഴത്തറയിലേക്കൊക്കെ അവർ 2 വീലറിൽ പോകുന്നവരാണ്. പക്ഷെ പലർക്കും ഓട്ടോറിക്ഷക്കാർക്കൊക്കെ അപകടം നേരിട്ടിട്ടുണ്ട്. ഈ ആന ഇത്തിരി പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരാളെ കുത്തിക്കൊന്ന ആനയാണ്. അപ്പോൾ അതിനുശേഷം ആന പല പ്രാവശ്യവും ദിവസങ്ങളോടെ ഈ റോഡിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഒരു പതിവുണ്ട്. ഇപ്പൊ വീണ്ടും ആന ഇറങ്ങിയിരിക്കുന്നു. ഇപ്പൊ മുറിച്ചെവിയന്റെ ആരോഗ്യം ഭയങ്കരമാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ഗംഭീര്യമുള്ള ഒരു ആനയാണ്. അപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്, ഒറ്റയാനാണ്, കൂട്ടമായിട്ടൊന്നും പോകാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്ന അതിന്റെ ഏതോ ഭാഗത്തൊക്കെ ഇലയൊക്കെ അനങ്ങുന്നുണ്ട്. അതിപ്പം ചിഹ്നം വിളിച്ചോണ്ടൊക്കെയാണ് നിൽക്കുന്നത് അവിടെ. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് മുളയുടെ കൂമ്പൊക്കെ നല്ലതായിട്ട് വരുന്നതാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് പൊട്ടിച്ച് തിന്നത്. അത് തിന്നതിന്റെ ബാക്കിയാണ് കിടക്കുന്നത്. നല്ല തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്ത് ആന നിൽക്കുന്നത് അടുത്ത ആൾ വന്നാൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുകൊണ്ട് പെട്ടെന്ന് വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മാറി നമ്മൾ പോവാണ്. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴി ഭാഗമാണ്. ആ ഭാഗത്താണ് ആന കാടിന്റെ പടലിന്റെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങോട്ട് ഇന്ന് കയറാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അതെ, ഈ ഭാഗത്താണ് നിൽക്കുന്നത്. ഇപ്പൊ നമ്മൾ ആ കണ്ട ആന, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊന്ന് നോക്കുവാണ്. ആന കണ്ടോ അതിന്റെ ഇടയ്ക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ശല്യമില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ പെട്ടെന്ന് തിരിയുമ്പം നമ്മളെ കാണുമ്പോൾ ചിഹ്നമൊക്കെ വിളിക്കും. ചില കുഴപ്പക്കാരാണോ ഓടി കയറി കേട്ടോ. എന്തായാലും വലിയൊരു ആനയാണ്, കൊമ്പനായിരിക്കാം എന്നാണ് തോന്നുന്നത്. അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ട ബഹളം, ബഹളം കാരണം ഞങ്ങളിലേക്ക് പോരുന്നു. ഒന്ന് ചിഹ്നം വിളിച്ച് തിരിഞ്ഞു. അതായത് വീണ്ടും ഇപ്പുറത്തോടെ നടന്നു വന്നിട്ടുണ്ട്. നടന്നതിന്റെ തുമ്പിക്കൈ മുളി കാണാം. അങ്ങനെ ആനകളുടെ കാഴ്ചകളാണ് ഇവിടെ. പക്ഷെ ഇപ്പം ശല്യമൊന്നുമില്ല, യാത്രികരൊന്നുമില്ല. ഞങ്ങൾ വന്നപ്പം ഇതുവഴി പോയ ഒരാളാണ് പറഞ്ഞത് മാമ്പഴത്തറ പോകുന്ന അതാ നിൽക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ ആനയുടെ ഇടതുവശത്ത് ചെവി രണ്ടായിട്ട് മുറിഞ്ഞു കിടക്കുകയാണ്. അതാണ് മുറിച്ചെവി എന്ന് പറയുന്നത്. കാരണം വേറെ ആനകൾ വെട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മരത്തിൽ ഉള്ളോ എന്തെങ്കിലും കൊണ്ട് കീറിയതാണോ എന്നറിയില്ല. ചിലപ്പോൾ ഈ ആനകൾ കുത്തുകൂടുമല്ലോ. അതായത് ഈ ഒറ്റയ്ക്കുള്ള ഇരതയാണ്. മെയിൻ റോഡിലാണ് നിൽക്കുന്നുണ്ട്. ഇതാണ് ചാരിയക്കര മാമ്പഴത്തറ റോഡിലാണ് നിൽക്കുന്നത്. വാഹനങ്ങൾ വരുന്നതാണ്. വളവിൽ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ആരും അറിയില്ല. ഞങ്ങൾ കാറിന്റെ അകത്തിരുന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ മുമ്പോട്ട് ഇട്ടേക്കാണ്. കാരണം ആന വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു പൊസിഷൻ തന്നെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ആന വളരെ ശാന്തനായി നിന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്. ഇപ്പൊ ഇതുപോലെ ആനക്കാഴ്ചകളൊക്കെ നമ്മുടെ കൊല്ലം ജില്ലയിലുണ്ട്. കുറച്ച് ക്ഷമയൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ തൊട്ട് വന്ന് കറങ്ങുകയാണ്. അതായത് ഞാൻ രാവിലെ തൊട്ട് വന്ന് 2-3 മണിക്കൂർ ഇങ്ങനെ അപ്പുറം ഒക്കെ അച്ചങ്കൽ റൂട്ടിലൊക്കെ ഓടിച്ചു പോയിട്ടാണ് ഈ ആനകളെ മറ്റ് മൃഗങ്ങളെയൊക്കെ പകർത്തുന്നത്. ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ വരുന്നത് ശല്യമായി മാറില്ലെന്ന് നമ്മൾ വീണ്ടും പറയണത്. ആന വീണ്ടും നടക്കുന്നു. അപ്പൊ ഞങ്ങൾ കാറ് മുന്നോട്ടെടുത്ത് ശരിക്കും റോഡിൽ കിടക്കെ അവൻ വരികയാണ്. അവനെ നടത്തണ്ടില്ലേ, അവന്റെ മസ്തകമൊക്കെ ഇരിക്കുന്നുണ്ടോ, മണ്ണൊക്കെ വാരി മോളി ഇട്ടിട്ടുണ്ട് കണ്ടോ. എന്താ നമ്മൾ ക്ഷേത്രത്തിൽ ആനയെ കുളിപ്പിച്ചൊരുക്കി നിർത്തുന്ന സൗന്ദര്യമൊന്നുമല്ല. കാട്ടാന എന്ന് പറയുമ്പോൾ കാട്ടാന ചിന്നമ്പിളിയൊക്കെ ഉണ്ട്. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ചിന്നമ്പിളിയാണ്. നല്ല കുഞ്ഞു കൊമ്പാണ്, കോർപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോ അടിപൊളിയായിട്ടുള്ള നടത്തയാണ്. ഈ ഗജരാജ നടനം എന്നൊക്കെ പറയുന്ന ഇതാണ്. അവന്റെ വരക്കം കണ്ടില്ലേ. അപ്പൊ ഞങ്ങള് കാറ് ഇങ്ങനെ മുമ്പോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓടി വന്നാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റും. പക്ഷെ റോഡ് മോശമാണ്. ഇപ്പുറത്ത് താഴെ റോഡൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സ്പീഡ് കിട്ടില്ലേ എങ്കിൽ തന്നെ നമുക്ക് കുഴപ്പമില്ലാതെ പോകാം. നമ്മൾ പ്രകോപിപ്പിക്കുന്നൊന്നുമില്ല. നമ്മൾ പതുക്കെ സ്ലോവിന് പോവാം. ഇടയ്ക്ക് ആശാൻ ചിഹ്നമൊക്കെ വിളിക്കുന്നുണ്ട്. വണ്ടി കണ്ടിട്ട് എൻ്റെ പിന്നാലെ നടന്നു വരികയാണ്. മനോഹരമായ കാഴ്ച വന്നില്ലേ. നെറ്റിപ്പട്ടം വെച്ച് കൊടുത്താൽ എന്താ തെച്ചിക്കൂട് രാമചന്ദ്രനൊക്കെ വരുന്നതിനേക്കാളും സൗന്ദര്യമാണ്. കാരണം ആനയെ ഒരുക്കി കൊണ്ടുവരുന്നതല്ല, കാട്ടാനയെ പ്രകൃതി ഒരുക്കിയിരിക്കാൻ. ചെളിയൊക്കെ വാരി തേച്ച് ദേഹം മൊത്തം കണ്ണും മാത്രമേ ഇവന് കാണാൻ പറ്റുന്നുള്ളൂ. കാരണം ബാക്കിയെല്ലാം ചെളിയാണ്. കാരണം അല്ല ചെളിയിലൊക്കെ കിടന്ന് ഊരിന്റെ ദേഹത്തൊക്കെ തേച്ച് പിടിപ്പിച്ചല്ലേ തണുപ്പിക്കും. അപ്പൊ ഇപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ഒരു ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് ശാന്തനാണെങ്കിലും നമ്മൾ ഇറങ്ങി എങ്ങാനും ചെയ്യാമെങ്കിൽ നമ്മളെ ഓടിക്കട്ടോ. ഓടിക്കുന്നല്ല, നമ്മളെ ഓടിച്ചിട്ട് ശരിയാകും. അതുകൊണ്ട് നമ്മളങ്ങനെ റിസ്ക് എടുക്കാനും തയ്യാറായില്ല. നമ്മൾ പതുക്കെ വാഹനം നിർത്തി അതിന്റെ ഡോറിനകത്തു നിന്ന് തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇത് വലിയൊരു കൊലകാരനായ ആനയാണ് നിൽക്കുന്നത്. പക്ഷെ സൈലന്റ് ആയിട്ട് നിൽക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. പെട്ടെന്ന് ഇനി പ്രകോപിതനാവുകയാണെങ്കിൽ നമുക്ക് പണി ഇട്ട് ഓടേണ്ടി വരും. കാറ് ചവിട്ടി പിടിയേണ്ടി വരും. ഏതായാലും ഇഷ്ടംപോലെ തീറ്റയുണ്ട്. തീറ്റ എടുക്കാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട്. ആരും ശ്രദ്ധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരാളുടെ ശല്യം ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും. സൈലന്റ് ആയിട്ട് ഇതുപോലെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഏതായാലും വാലൊക്കെ ആട്ടി നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ആന പ്രകോപിതനല്ല എന്നുള്ളതാണ്. കാരണം വയലന്റ് ആയി കഴിഞ്ഞാൽ ഒരു നീളത്തെ വാല് നീട്ടി ബാക്കിലോട്ട് പിടിക്കും, ശൂലം പോലെ. അത് കഴിഞ്ഞ് അതിലും കൂടുതൽ വയലന്റ് ആണ്. നമ്മൾ ആക്രമിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 8 പോലെ ചുരുട്ടി ആന വാല് മേലോട്ട് വെച്ചു. അപ്പോഴേ വിട്ടോണം. ഏതായാലും
ഇങ്ങനെ നിൽക്കുന്നു. ദൂരെ ഒരു KSRTC സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ആശം പതുക്കെ അകത്തോട്ട്. ആനവണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഈ ആനകൾക്കറിയാം, അതാണ് അതിന്റെ പ്രത്യേകത. ഏത് നിവിടെ വനത്തിൽ കൂടി നമ്മുടെ KSRTCയുടെ സർവീസ് കേരളത്തിൽ എവിടെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. യൂട്യൂബ് ചാനലിലെ കാഴ്ചകൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തും. അപ്പോൾ ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല, യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത മനോഹരമായ കാഴ്ചയുമായി വീണ്ടും എത്തുന്നതായിരിക്കും.